നമ്മളെ എന്റർടൈൻ ചെയ്യാൻ, നമ്മളെ ഒക്യുപ്പൈ ചെയ്യാൻ, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം സന്തോഷമായിട്ട് നമ്മളെ കീപ്പ് ചെയ്യാൻ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ആ പേഴ്സണെ ആവശ്യമില്ലാതെ ബേർഡൻ ചെയ്യുകയും ചെയ്യും. അവരൊട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ എന്റർടൈൻ ചെയ്യുകയില്ല, നമുക്കൊരു സന്തോഷം കിട്ടൂല, അവർക്ക് നമ്മളുമായിട്ടുള്ള സന്തോഷം നമ്മൾ കളയുകയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ ഒക്യുപ്പൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ലോൺലി ആയിരിക്കുന്ന സമയത്ത് നമ്മളെ എന്റർടൈൻ ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നമ്മൾ മനുഷ്യര് ഇപ്പോ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും അതല്ല നമ്മളുടെ സോഷ്യലൈസിങ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് സമയം പണ്ടത്തെ പോലെ അല്ലാതെ നമ്മുടെ റൂമുകളിലും വീടുകളിലും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരുപാട് സ്ത്രീകൾക്ക് ആ അവസ്ഥ നേരിടുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ എന്റർടൈൻ ചെയ്യാൻ മറ്റ് സോഴ്സുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സസ്റ്റൈനബിൾ ആയിരിക്കില്ല, അതൊരിക്കലും വർക്ക്ഔട്ടും ചെയ്യാൻ പോകുന്നില്ല. അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. അതൊരു ഹോബി ആവാം, അത് സിനിമ കാണുന്നതാവാം, പാട്ട് കേൾക്കുന്നതാവാം, ഡാൻസ് ചെയ്യുന്നതാവാം, എഴുതുന്നതാവാം, എന്തെങ്കിലും ക്രാഫ്റ്റുകളാകാം, ഫോട്ടോഗ്രാഫി ആകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ലോകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. മാത്രമല്ല, ഈ ലോകം തുടങ്ങിയ കാലം തൊട്ടുള്ള എല്ലാ അറിവുകളും ഇന്റർനെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ ബോർഡം മറ്റൊരാളുടെ ബാധ്യതയായിട്ട് മാറ്റാൻ പാടില്ല. നമ്മളെ എന്റർടൈൻ ചെയ്യാൻ ഏറ്റവും പറ്റിയ ആള്, നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള ആള് നമ്മൾ തന്നെയാണ്.